മൈക്കിൾ ജാക്സൺ ട്രാക്കുകളൊക്കെ ഒരു 4ാം ക്ലാസ് മൈക്കിൾ ജാക്സൺ മരിക്കുന്ന കാലഘട്ടമൊക്കെയാണ് ഞാൻ അറിയണത് ഇങ്ങനെ ഒരാളുണ്ട്. അതിനു മുമ്പ് പേര് കേട്ടിട്ടുണ്ട്, പിന്നീടാണ് പുള്ളിനെ ഞാൻ ഫോളോ ചെയ്യണത്. അപ്പൊ അങ്ങനെ ആ സമയമൊക്കെ ഇപ്പൊ കുറച്ച് ഇന്റർനാഷണൽ ട്രാക്കുകളൊക്കെ. ഈ ബക്കറ്റ് യൂസ് ചെയ്തത് പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ എന്തൊക്കെയാണ് അങ്ങനത്തെ പരീക്ഷണം? ഇൻസ്ട്രുമെന്റ്സ് അതിന് അറേഞ്ച്മെന്റ്സിന്റെ രീതികളാണ് പുതിയതായിട്ട് ട്രൈ ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഒരു ജോൺ വില്യംസ് പറഞ്ഞ കമ്പോസർ, ഹാരി പോട്ടറിന്റെ കമ്പോസർ, പുള്ളിയുടെ ഒക്കെ ഒരു അറേഞ്ച്മെന്റ്സ് രീതിയുണ്ട്. അത് പക്ക വെസ്റ്റേൺ ക്ലാസിക്കൽ പീസുകളാണ്. ബേസ്ലൈൻ്റെ ക്യാരക്ടർ ഭയങ്കര നമുക്ക് എന്താണെന്നുള്ള ഒരു കണ്ടപ്പോ എന്ത് തോന്നിയത്, ബേസ്ലൈൻ്റെ ക്യാരക്ടർ ഇയാൾ എന്താണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ അത് മ്യൂസിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അത് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് സൂക്ഷ്മദർശിനി ക്യാരക്ടറാണ്. പ്രിയദർശിനിയുടെ ക്യാരക്ടർ സൂക്ഷ്മദർശിനി ആവുകയാണ്. സൂക്ഷ്മദർശിനി ആവുന്നത് ആൾക്കാർക്ക് കണക്ട് ആണ്. കുറച്ച് പെണ്ണുങ്ങൾ തമ്മിലുള്ള അവരുടെ ഒരു ടീം വർക്കും ഉണ്ട്. അപ്പൊ അതിനും ഒരു മീനിങ് എന്താ ശരിക്കും ഈ ശങ്കലിയിലേക്ക് അന്ന് എനിക്ക് പറഞ്ഞു തന്നെ, പക്ഷെ കുറച്ച് കട്ടിയാണ്, അത് നോക്കണം, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു കോൺഷ്യസ് ആയ ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. അതാണ് എന്റെ പണി. ആ പണി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സുഷിൻ ആശാൻ, ഇതൊക്കെ നമുക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ചില എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ തോന്നാറുണ്ട്. അവിടെ പഠിച്ചില്ലായിരുന്നു, അവിടെ പോയിരുന്നു പഠിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പടം ചെയ്യാൻ പറ്റില്ലായിരുന്നുള്ള 100% ഉറപ്പാണ്. ഹായ്, ഇന്ന് പാട്ടിനൊപ്പത്തിൽ എൻ്റെ കൂടെ ഉള്ളത് മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോ സേവിയർ. വെൽക്കം. നമ്മൾ ഈ വർഷം ആദ്യം പ്രമേയത്തിൻ്റെ സമയത്താണ് കാണുന്നത്. അന്ന് ഇതുപോലെ ഒരു വലിയ ഹിറ്റ് സംഭവിച്ച് അത്രയും വർക്ക് അപ്രിഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വീണ്ടും സൂക്ഷ്മദർശിനി വരുന്നു, അതുപോലെ തന്നെ സ്വീകരിക്കുകയാണ്, വർക്കും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ജിത്തിൻ്റെ ആദ്യത്തെ നോൺസെൻസിൽ ഇപ്പോൾ റിനോഷും വിഷ്ണുവൊക്കെയാണ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണ അത്രയും വർഷത്തിന് ശേഷം ജിത്തിൻ്റെ ഒരു കം ബാക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പടമായിരുന്നു ഇത്. എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതും ജിത്തിൻ, അതുപോലെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ വരുന്നത്? ഞാൻ ടർബോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു MC വന്നിട്ട് കഥ പറഞ്ഞത്. കഥ പറഞ്ഞതോടുകൂടി ഞാൻ ഇന്നായിരുന്നു. പിന്നെ അങ്ങനെ കഥ പറഞ്ഞു, പരിപാടി ഓണായി, ടർബോ കഴിഞ്ഞു. പിന്നെ പാരലലി ഒരു തമിഴ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതും തീർത്തിട്ടാണ് സൂക്ഷ്മദർശിനിലോട്ട് കയറിയത്. ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രാമ വരുന്നുണ്ട്, പക്ഷേ അപ്പോഴും ഒരു ത്രില്ലറാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ അപ്പോഴും അതിനൊരു കോമഡി ലെയർ എവിടേക്കോ കൊണ്ടുവരാനും ഒരു കാർട്ടൂൺ സ്വഭാവം വരുന്നും ഉണ്ടല്ലോ. ഇത് നമ്മൾ ഇന്നായി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് നമ്മൾ കേട്ട് പരിചയിച്ച ഒന്നുമല്ല. ഒരു മലയാളി കേട്ടിട്ടുള്ള ഇത്തരം ഡ്രാമയിൽ വരുന്ന പരിപാടിയേ അല്ല. അപ്പം ഇത് കൊണ്ടുവരാൻ നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഡിസ്കഷൻ തുടങ്ങുന്നത്? ആദ്യമേ ജിതിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെയാണ്? ഇല്ല, ഇങ്ങനെ ഒരു കാർട്ടൂണിഷ് അല്ലെങ്കിൽ ഒരു മാജിക്കൽ ഓർക്കസ്ട്രൽ കൾച്ചർ പിടിക്കണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചിട്ട് ഞാൻ തന്നെ ഒരു പരിപാടി പിടിച്ചതാണ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഇതിനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, പുള്ളിക്കാരുടെ ഒരു സൂക്ഷ്മദർശിനി പോയിന്റ് ഓണാവുന്ന പോയിന്റ് മുതൽ നമുക്ക് അങ്ങനെ ഒരു അതിന് ഫണ്ണ് വേണം, ആ ക്വസ്റ്റ്യൻ മാർക്ക് വേണം, അങ്ങനത്തെ ഒരു പരിപാടി മ്യൂസിക്കലി വേണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനെങ്ങനെ പുതിയതായിട്ട് ഒരു പുതുമ ഫീൽ ചെയ്യണേ. ഇപ്പോൾ കോട്ടയം പോലത്തെ ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ, അങ്ങനത്തെ ഒരു ഇതിലാണ് തിരക്കഥ സംസാരിക്കണത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതില് എങ്ങനെ ഓർക്കസ്ട്രൽ മ്യൂസിക് വന്നു കഴിയുമ്പോൾ അതിനെ ഒരു പുതുമ വരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ഒന്നും അല്ല, വളരെ സാധാരണ ഒരു ബാക്ക് ഡ്രോപ്പാണ്. നാട്ടിൻപുറവും അല്ല പട്ടണവും അല്ല, എന്നാലും അല്ലേ എല്ലാവരും സാധാരണ മനുഷ്യരാ. ഇവരിപ്പം നായകനും നായികയായ പോലും വളരെ സാധാരണ ജീവിതം നയിക്കുന്ന കുട്ടിയും ഭർത്താവും ഉള്ള നായിക. അപ്പം നമ്മളിപ്പോൾ ഇതിന്റെ പ്രൊമോയിൽ കണ്ടൊരു ലുക്കിൽ പോലും അല്ല അവര് ആ സിനിമയിലുള്ള. അപ്പം ഇത് ബ്ലെൻഡ് ചെയ്യണമല്ലോ, ഈ ജീവിത രീതിയും ഈ മനുഷ്യരും നമ്മുടെ ഈ മ്യൂസിക്കും. അതെങ്ങനെയാ ആലോചിച്ചേ? ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് സൂക്ഷ്മദർശിനി ക്യാരക്ടറാണ്. സൂക്ഷ്മദർശിനി നസ്രിയുടെ ക്യാരക്ടർ, പ്രിയദർശിനിയുടെ ക്യാരക്ടർ സൂക്ഷ്മദർശിനി ആവുകയാണ്. അപ്പോ അത് സൂക്ഷ്മദർശിനി ആവുന്നത് ആൾക്കാർക്ക് കണക്ട് ആണ്. അതുപോലെ ഇവരുടെ ടീമാണ്, അവര് നെയ്ബേഴ്സ്, കുറച്ച് പെണ്ണുങ്ങൾ തമ്മിലുള്ള അവരുടെ ഒരു ടീം വർക്കും ഉണ്ട്. അപ്പൊ അതിനും ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ആ വാട്സപ്പ് സീനിലൊക്കെ അവരുടെ ഗ്രൂപ്പ് കാണിക്കുന്ന പോയിന്റിലൊക്കെ നമ്മൾ അങ്ങനത്തെ രീതിയിൽ അവരും ഇതിന്റെ പാർട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെ സൂക്ഷ്മദർശിനി ഒരു ടീമുണ്ട് അവര്, അങ്ങനെ വരുന്ന രീതിയിലാണ് ഞാൻ ട്രീറ്റ് ചെയ്തത്. ഇതിപ്പോ ബേസിലിന്റെ പോർഷൻസ് വരുന്ന സമയം, അതേപോലെ നസ്രിയന്റെ പോർഷൻ, അങ്ങനെ ഒരു രീതിയിൽ തന്നെ ഇനീഷ്യലി പ്ലാൻ ചെയ്തിരുന്നു? അത് പ്ലാൻ ചെയ്തത് കാരണം ബേസിലിന്റെ ക്യാരക്ടർ ഭയങ്കര നമുക്ക് എന്താണെന്നുള്ള
കണ്ടപ്പോ എന്ത് തോന്നിയത് ബേസിലിന്റെ ഇയാൾ എന്താന്നുള്ളത് നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് അത് മ്യൂസിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അത് മ്യൂസിക്കും നമ്മൾ അങ്ങനെ തന്നെ അല്ല, അത് ഒരു ഇൻട്രൊഡക്ഷൻ മ്യൂസിക് ആയിട്ടും അല്ല അതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതിനെ പുള്ളിയുടെ മൂവ്മെന്റുകള് ഓരോ മൂവ്മെന്റുകൾ അനുസരിച്ചാണ് അതിനെ അണ്ടർലൈൻ ചെയ്താണ് സ്കോർ ചെയ്തത്. ഇപ്പൊ അതിനോട് ഒരു കാർട്ടൂൺ സ്വഭാവത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്തത്. ഇപ്പൊ ഇതിൽ തന്നെ അധികം ഒന്നും നമ്മൾ ഇമോഷണലി ഇതിൽ ഒരാളുമായിട്ടും അടുക്കണ്ട, പ്രേക്ഷകന് ഇത് ഇങ്ങനെ ഇരുന്ന് കണ്ടാൽ മതി, എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടാൽ മതി, ഒരുപാട് നമ്മളപ്പം ട്രാവൽ ചെയ്യേണ്ട അവരുടെ കൂടെ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇത് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റില്ല. അവരുടെ സൈഡ് നമ്മളിപ്പം ഇതിൽ പറയാൻ പറ്റില്ല, സ്പോയിലർ ഉള്ളതാണ്. നമ്മൾ ഒരാളുടെ കൂടെ അവരാണ് ശരി എന്ന് വിചാരിച്ച് നിക്കണ്ട, അത്രയങ്ങ് പോണ്ട. കഥ പറച്ചിൽ രീതി അങ്ങനെ അല്ലല്ലോ. കഥ പറച്ചിൽ രീതിക്ക് അനുസരിച്ച് മ്യൂസിക് മാത്രമേ ഉള്ളൂ. അതങ്ങനെ തന്നെ. അത് ഏത് സിനിമയാണേലും സിനിമയുടെ കഥ പറച്ചില് ഒരു തരത്തിൽ പോയിട്ട് മ്യൂസിക് വേറെ തരത്തിൽ പോയിട്ട് കാര്യമില്ല. അതെ, അപ്പൊ ഇത് അല്ല, അത് കൃത്യമായിട്ട് ഒരു കോൺഷ്യസ് ആയ ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. അതാണ് എന്റെ പണി. ആ പണി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സിനിമക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്റെ മാക്സിമം ഇട്ടിട്ട് എന്റെ ഐഡന്റിറ്റി എന്ത് ചെയ്യാൻ പറ്റും, പുതിയതെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് തന്നെ ചെയ്യാറ്. ഈ ബക്കറ്റ് യൂസ് ചെയ്തത് ബ്രഹ്മയുഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ എന്തൊക്കെയാണ് അങ്ങനത്തെ പരീക്ഷണം? ഇത്തവണ കുറച്ചുകൂടെ മ്യൂസിക്കലി ഞാൻ കുറച്ച് അധികം ഓർക്കസ്ട്രൽ ട്രാക്കുകൾ കേട്ടു. കുറച്ച് പാടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്നു വന്ന ഒരു ഞാൻ കേട്ട് വളർന്നു വന്ന കൾച്ചർ. ഞാൻ വീട്ടിലെ റേഡിയോ എപ്പോഴും പ്ലേ ചെയ്യും അമ്മ. വീട്ടിലെപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും റേഡിയോ ഓണായിരിക്കും. അപ്പൊ അങ്ങനെ കേട്ടാണ് റേഡിയോയിലെ പഴയ പാട്ടുകളും ലളിതഗാനങ്ങളൊക്കെയാണ് കൂടുതലും അങ്ങനെ കേട്ടത്. പിന്നെയാണ് ഞാൻ എൻ്റെ ഒരു സ്കൂൾ ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് 6ാം ക്ലാസ് കാലഘട്ടത്തിലൊക്കെ പിന്നെ ഇന്റർനാഷണൽ ട്രാക്കുകളും മൈക്കിൾ ജാക്സൺ ട്രാക്കുകളൊക്കെ ഒരു 4ാം ക്ലാസ് മൈക്കിൾ ജാക്സൺ മരിക്കുന്ന കാലഘട്ടമൊക്കെയാണ് ഞാൻ അറിയണത് ഇങ്ങനെ ഒരാളുണ്ട്. അതിനു മുമ്പ് പേര് കേട്ടിട്ടുണ്ട്, പിന്നീടാണ് പുള്ളിനെ ഞാൻ ഫോളോ ചെയ്യണത്. അപ്പൊ അങ്ങനെ ആ സമയമൊക്കെ ഇപ്പൊ കുറച്ച് ഇന്റർനാഷണൽ ട്രാക്കുകളൊക്കെ കേൾക്കും. പിന്നെ ഇതിൽ ഇവർ ഓർക്കസ്ട്രൽ ചെയ്യുമ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അത് അതുപോലെ തന്നെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് മലയാളി ഓർക്കസ്ട്രലായി പോകും. അത് ആവാതിരിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് ഇട്ടായിരുന്നു. അതെങ്ങനെ മലയാളി ആവാതെ വേറിട്ട് തന്നെ നിൽക്കാൻ പറ്റും. അതിന് ഇൻസ്ട്രുമെന്റ്സിന്റെ സൈഡ് എന്തൊക്കെയാ ഇത്തവണ? ഇൻസ്ട്രുമെന്റ്സ് അതിന് അറേഞ്ച്മെന്റ്സിന്റെ രീതികളാണ് നമ്മൾ പുതിയതായിട്ട് ട്രൈ ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ജോൺ വില്യംസ് പറഞ്ഞ കമ്പോസർ, ഹാരി പോട്ടറിന്റെ കമ്പോസർ. പുള്ളിയുടെ ഒക്കെ ഒരു അറേഞ്ച്മെന്റ്സ് രീതിയുണ്ട്. അത് പക്ക വെസ്റ്റേൺ ക്ലാസിക്കൽ പീസുകളാണ്. അപ്പൊ ആ ഒരു തരത്തിൽ വെസ്റ്റേൺ ക്ലാസിക്കൽ അറേഞ്ച്മെന്റ്സ് എന്നുള്ള രീതിയിൽ തന്നെ മ്യൂസിക് പീസുകൾ ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്തത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പുതുമ നമ്മുടെ ഇവിടെ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഒരു നാടൻ ടെറൈനിൽ ഇങ്ങനത്തെ ഒരു ഓർക്കസ്ട്രൽ വന്നു കഴിയുമ്പോൾ അത് പുതിയതായിരിക്കും. പിന്നെ ചില സൗണ്ടുകൾ അവിടെ ഇവിടെ ഞാൻ അങ്ങനെ എടുത്തു പറയണില്ല. കുറച്ച് സൗണ്ടുകൾ നമ്മൾ പുതിയ സൗണ്ടുകൾ റെക്കോർഡ് ചെയ്തു. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിലിപ്പോ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആ ഹുക്ക് ലൈൻ ഉണ്ടല്ലോ, ശങ്കലിയിലെ മുരി എഴുതിയിട്ടുള്ള ഇതിലിപ്പോ ദുരൂഹ മന്ദഹാസമേ എന്ന് പറയുമ്പോ അവിടെ നമ്മള് ഓൾറെഡി ഇന്നാണ് ആ വരിയിൽ തന്നെ. മുരീന്റെ ഒരു ഇത്തവണ ഒരു വ്യത്യസ്തമായ വരികളും കൂടിയാ, പ്രത്യേകിച്ച് ഹുക്ക് ലൈൻ വരുന്ന ശങ്കലിയിലേക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു ഈ പാട്ടിന്റെ ഒരു മേക്കിംഗ്? ആദ്യം ഞാൻ ലൊക്കേഷനിലൊക്കെ പോയി അവിടെ തിരിച്ച് വീട്ടിലോട്ട് വന്ന പോയിന്റ് ആയപ്പോ എനിക്ക് ലിറിക് അയച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 വരി എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇത് വെച്ച് പാടി നോക്കി. വെറുതെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഈ ലിറിക്ക് മനസ്സിൽ വെച്ചിട്ട് വെറുതെ പാടി നോക്കി. അങ്ങനെ ഈ ദുരൂഹമന്ദഹാസത്തിന്റെ ആ സസ്റ്റെയിൻ അതുപോലെ പാടി നോക്കി. എനിക്കത് രസമായിട്ട് തോന്നി. ഞാൻ അപ്പൊ തന്നെ പുള്ളീനെ വിളിച്ച് വെറുതെ പാടി കേൾപ്പിച്ച്, ഫോണിൽ തന്നെ വെറുതെ പാടി കേൾപ്പിച്ച്. വെറുതെ നമുക്ക് ഒരു പരിപാടി പിടിച്ചു നോക്കാം. ഞാൻ നേരെ വീട്ടിലെത്തി ഒരു ആദ്യത്തെ വരി മാത്രം റെഡിയാക്കി. അത് നമുക്ക് 2 പേർക്കും വർക്കായി, സമീർക്കും വർക്കായി, എംസിക്കും വർക്കായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ബാക്കി മെലഡി ഉണ്ടാക്കാനായിട്ടാണ് പോയത്. പിന്നെ ഈ ശങ്കലിയിലേക്ക് ട്യൂൺ മാത്രമായിരുന്നു ആദ്യം. താരാരി തരരി അങ്ങനെ താരാരി വെച്ചിട്ട് പാടി ബാക്കിയെല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലോട്ട് ലിറിക്ക് വരുമായിരുന്നു. ആ ലിറിക്ക് അത്രയും രസമുള്ളതാണ്, അർത്ഥം മുഴുവൻ മനസ്സിലാവുന്നില്ല. നമുക്ക് ആദ്യം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. നമ്മള് ഈ ലിറിക്ക് ഞങ്ങൾക്ക് ആദ്യം ഭയങ്കര വർക്കായി. ഒരു സാധനം എഴുതി, ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു, പെട്ടെന്ന് തന്നെ ഇത് എഴുതി, ശങ്കലിയിലെ പരിപാടി എഴുതി. ഞങ്ങൾ ഞാനപ്പോ തന്നെ റെക്കോർഡും ചെയ്തു. നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വർക്കായി. ഇതൊരു പുതിയ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. പക്ഷെ
കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ബാക്കി ഓഡിയൻസിലോട്ട് വരുമ്പോ ഇവര് ഈ പറഞ്ഞ ലിറിക്കലി അത് കണക്ട് ആവോ, മ്യൂസിക്കലി കണക്ട് ആവോ, രണ്ടൊരു എക്സ്ട്രീം ആണ്. ചിലപ്പോ അത് പാളിയാൽ ഒറ്റപ്പാളതാണ്. അപ്പൊ അത് കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് വർക്കായി. ഇതിന്റെ മീനിങ് എന്താ ശരിക്കും ഈ ശങ്കലിയിലേക്ക്? അന്ന് എനിക്ക് പറഞ്ഞു തന്നെ, പക്ഷെ കുറച്ച് കട്ടിയാണ്, അത് നോക്കണം, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനും പെട്ടെന്ന് കേട്ടപ്പോ ഒരു പിടിയും കിട്ടുന്നുണ്ടായില്ല. ഇതാണ് മറ്റേ ശങ്കലീല മീൻസ് മറ്റേ ക്യൂരിയസ് പുള്ളിക്കാരുടെ ക്യാരക്ടറിനെയാണ് പാട്ട് മൊത്തത്തിൽ പറയണത്. ഈ ക്യൂരിയസ് ആയി പ്രേക്ഷകരുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഈ ആകാംക്ഷയുടെ മുൾമുന്നിൽ നിർത്തുക എന്നൊക്കെ പറയുന്ന പോലെ പല പോയിന്റിലും ഇത് എത്തുന്നുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കും, നമുക്ക് സീനുകൾ ഇപ്പൊ എടുത്ത് പറയുന്നില്ല, പല സീനുകളിലും നമ്മൾ അങ്ങനെ നിൽക്കുകയാണ്, സീറ്റ് എഡ്ജിൽ എത്തിക്കുകയാണ്. അപ്പൊ ആ പോയിന്റ്സിലൊക്കെ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലൈമാക്സിൽ വരുമ്പോൾ അതിന്റെ മുകളിൽ വരണമല്ലോ, അതൊരു ചലഞ്ച് അല്ലേ? അതിനെങ്ങനെയാ? അതാ എനിക്ക് അറിയില്ല, എങ്ങനെയോ ചെയ്തു പോയതാ. സീൻ അനുസരിച്ച് ചെയ്തു വരുമ്പോ ആ എനർജിയിലോട്ട് നമ്മൾ എത്തും. എനിക്കൊരു സീൻ സാറ്റിസ്ഫൈ ആവാതെ ഞാൻ സീനിൽ നിന്ന് ഇറങ്ങാറില്ല. സാറ്റിസ്ഫൈ മീൻസ് സീനിന് വേണ്ട സാധനം കിട്ടിയെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത സീനിലോട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ സീനിൽ റീവിസിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറച്ചും കൂടി ലേയേഴ്സ് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറക്കണം തോന്നുകയാണെങ്കിലോ ഒക്കെ വർക്ക് ചെയ്യാറ്. ഈ പറഞ്ഞ പോലെ പിന്നെ വിഷ്വലിനൊരു എനർജി ഉണ്ട്. വിഷ്വല് തരുന്ന ഒരു എനർജിയാണ് നമുക്ക് ആ മ്യൂസിക് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സീനുകളിലൊക്കെ വരുമ്പോഴും അതിൽ കൊടുത്ത ഇപ്പുറത്തോട്ട് ലാസ്റ്റിലേക്ക് വരുമ്പോ ആ ഹൈ കൊടുത്തേ പറ്റുള്ളൂ. എങ്ങനെയൊക്കെയോ വന്നു. ക്ലൈമാക്സ് എന്നുള്ളതിനെ സാധാരണ എപ്പോഴും മ്യൂസീഷ്യൻസ് ട്രീറ്റ് ചെയ്യുമ്പോൾ പറയാം ക്ലൈമാക്സ് എന്ത് ചെയ്യും. ഇപ്പോൾ ടർബോന്റെ ക്ലൈമാക്സ് നമുക്കറിയാം അല്ലേ? ക്ലൈമാക്സിന് വേണ്ടി ഒരു ഇരിക്കൽ അങ്ങനെ ഉണ്ടല്ലോ, അത് എത്രത്തോളം ടൈം എടുത്തതായിരുന്നു? കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു, കമ്പാരിറ്റീവ്ലി കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. സൂക്ഷ്മദർശിനിയുടെ ലാസ്റ്റ് ഒരു 10-12 മിനിറ്റോളം ഉള്ള പരിപാടികൾ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടാ ചെയ്തു. പക്ഷെ അത് നന്നായിട്ട് വന്നായിരുന്നു. ഇതിപ്പോ നോക്കിയാലും സൂക്ഷ്മദർശിനി തുടങ്ങി വളരെ പെട്ടെന്ന് പോസിറ്റീവ് ഒക്കെ കഴിഞ്ഞു പോയ ഒരു പടം അല്ലേ? അപ്പൊ അതില് എങ്ങനെ ഞാൻ തീർക്കും? 22-ന് നമുക്ക് ഈ ഡേറ്റ് കറക്റ്റ് ഡേറ്റ് ആണ്, നമുക്ക് ഒരു നല്ല ഡേറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമേരിക്ക എങ്ങനെയല്ല അത് എൻസിനോട് പറഞ്ഞു സമയം കുറവാണ്, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചത്. എന്നുവരെ ഉണ്ടായിരുന്നു? ഏകദേശം ഞാൻ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് വിഷ്വൽ വന്നത്. അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ കട്ട്, അതിന് മുമ്പ് റഫ് കട്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ തീമൊക്കെ ബിൽഡ് ചെയ്ത്. ഫൈനൽ കട്ടിലോട്ട് വരുമ്പോഴാണ് പിന്നെ പ്ലേസ്മെന്റ് ലോക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് വരുമ്പോൾ ഇത് മാറി മ്യൂസിക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീനൊക്കെ മാറും. അപ്പൊ അങ്ങനെ ഒരു പക്ഷെ ആദ്യത്തെ ഒരു 10 ദിവസം ഞാൻ സ്റ്റക്കായിരുന്നു ഇതിലോട്ട് കയറാൻ വേണ്ടി, എങ്ങനെ എക്സിക്യൂട്ട് കയറുക. അപ്പൊ സമീർ കടക്ക് വിളിക്കാം, അപ്പൊ ഞാൻ പറയും ആയിട്ടില്ല, വരും, പരിപാടി വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമയം തന്നെ. എനിക്ക് ക്രിയേറ്റീവ് ഫ്രീഡം അത് മനസ്സിലാക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഹാപ്പി അവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഷൈജുക്കായാലും അവര് ക്രിയേറ്റേഴ്സ് അല്ല, അവര് തന്നെ ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മള് വേറൊരു പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അങ്ങനെ എന്താ അവരുടെ ഒരു നിർദ്ദേശമൊക്കെ എന്തായിരുന്നു? അല്ലെ അവരിതിലെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു മ്യൂസിക്കിന്റെ കാര്യത്തിൽ? മ്യൂസിക്കലി അങ്ങനെ ഇടപെടലൊന്നുമില്ല. അവര് പറഞ്ഞ പോലെ മാക്സിമം പോയാൽ കുറച്ച് ലെഫ്റ്റിലോട്ട് നിൽക്കുക, റൈറ്റിലോട്ട് നിൽക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് മ്യൂസിക്കൽ സജഷൻസ് ഒന്നും അവരുടെ ഭാഗത്തൊന്നും ഇല്ല. ഇപ്പൊ കടുംപിടുത്തം ഉണ്ടാവും. ഇപ്പൊ എനിക്ക് വിനായക് അന്ന് ഈ വരിക്ക് വേണ്ടി സുഷ്ണുമായിട്ട് ഇല്ലുമിനാറ്റിക്ക് കടുംപിടുത്തം പിടിച്ച പോലെ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? വരിക്കോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മ്യൂസിക്കിനോ? ഇല്ല അങ്ങനെയില്ല. പിന്നെ വിനായകിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ആഡ് ഓൺ ചെയ്യാണ്. ഇതില് പ്രിയലോകം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് ഇറങ്ങിയിട്ടില്ല, പുറത്തിറക്കിയിട്ടില്ല. അപ്പൊ ആ സോങ് വിനായക് എഴുതിയാണ്. വിനായക് ബ്രോ വന്ന് പാട്ട് കേട്ടു. ഞാൻ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുമിച്ച് ഇരുന്ന് വർക്ക് ചെയ്യണത് ഇപ്പഴാണ്, സൂക്ഷ്മദർശിനി ടൈമില. ടർബോയില് വിനായക് ബ്രോ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഓൺലൈനിലായിരുന്നു, മായികമനമേ. ഇത് ഞാൻ ജസ്റ്റ് ട്യൂൺ കേൾപ്പിച്ചു, ട്യൂൺ അയച്ചു കൊടുത്തു. ഞാൻ സ്റ്റുഡിയോയിൽ ഇരുന്ന്, പുള്ളി നേരെ സ്റ്റുഡിയോന്റെ പുറത്തിറങ്ങി 1 hour പുറത്തിറങ്ങിയിട്ട് നേരെ അകത്ത് കയറുന്നു. ലിറിക് ലോക്ക് MC ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. എനിക്കത് ഭയങ്കര വർക്ക്. ചോദ്യത്തിന് ഞാൻ മാറിപ്പോയല്ലേ, എന്തായിരുന്നു? ഞാനെന്താ ചോദിച്ചു തുടങ്ങിയല്ലേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടായിരുന്നോ നിങ്ങൾ തമ്മിൽ? ഇത് വേണോ അത് വേണം എന്നുള്ളൊരു കടുംപിടുത്തം? അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. മൊത്തം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ചമനും കൂടിയായിരുന്നു ഇടി. ഞാൻ ചമനും ഇടി മീൻസ് അതല്ല, വെറുതെ മറ്റേ ഫ്രണ്ട്ലി, നമ്മൾ അത്ര കമ്പനി ആയതുകൊണ്ട് നമുക്ക്
എന്തുവേണേലും പറയാന്നുള്ള രീതിയിലുള്ളതുകൊണ്ട് ചമനടക്ക് എന്തേലും പറയും, അത് വേണ്ട, ഞാൻ പറയും ഇത് പോടാ പറയും. അങ്ങനെ അല്ല എഡിറ്റ് ലോക്കാക്കിയ ശേഷം എഡിറ്റ് ലോക്കാക്കിയ ശേഷം ചില ഷോട്ടുകൾ, പക്ഷെ ലോജിക്കൽ ഇഷ്യൂസ് ആണ്, നമ്മളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചില ഷോട്ടുകളൊക്കെ എടുത്ത് മാറ്റും. അപ്പൊ എനിക്ക് പണിയാവും, അത്ര ഏരിയ ട്രിം ആവും, അത്ര ഏരിയ കണ്ടിന്യൂസ് പോണ മ്യൂസിക്കിന്റെ ഇടക്ക് വെച്ച് ബ്രേക്ക് ആയിട്ട് അതിനെ ട്രിം ചെയ്യണം. അപ്പൊ അതിന്റെ മ്യൂസിക്കിന്റെ ഫ്ലോ കട്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് നല്ലതിനു വേണ്ടി ആയതുകൊണ്ട് നമ്മളത് പിടിച്ചിട്ട് അങ്ങനെ. ഇതിൽ ഈ ഒരു കോമഡി വരുന്ന കുറെ പേര്, പ്രത്യേകിച്ച് ഈ ലേഡീസിന്റെ ഇതിലൊക്കെ പകില പൂജ ഒക്കെ വരുന്ന ഏരിയ നമ്മൾ ചിരിക്കുന്നുണ്ട്. ഇവിടെ ക്രൂഷ്യലായ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഏരിയ ഒക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്ത്? സ്കോറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പഴത്തെ ടെൻഷൻ കൊണ്ടുവന്നിട്ട് ആ പോയിന്റ് എത്തുമ്പോൾ ഞാൻ സൈലൻസ് കൊടുക്കും. ആ ബ്രേക്കിൽ അവിടെ പിന്നെ ചിരിക്കാനുള്ള, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അവരുടെ എക്സ്പ്രഷൻ എന്താണോ അതിന് കറക്റ്റ് ഒരു അണ്ടർലൈൻ പോലെ സൈലൻസ് വർക്ക്ഔട്ട് ആവും. ഈ ഫാസ്റ്റ് പേസിൽ ഇങ്ങനെ പോയി 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 പെട്ടെന്ന് അതെ അങ്ങനെ ബ്രേക്കുകൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക. സൈലൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. സൈലൻസ് ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് മ്യൂസിക് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൽ പിന്നെ ആയി കഴിഞ്ഞാൽ പൊതുവെ എല്ലാ വർക്കിലും ഇന്നായി എന്നുവെച്ചാൽ കംപ്ലീറ്റ്ലി വേറെ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റിനെ പറ്റി ചിന്തിക്കാതെ ഇത് മാത്രം അങ്ങനെ വർക്ക് ചെയ്യണ ഒരാളാണ്. വേറെ എനിക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ഇതിന്റെ ടൈമിൽ ആക്ച്വലി കുറച്ച് പ്രശ്നം എന്ന് വെച്ചാൽ തമിഴ് പ്രോജക്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് ചില ആഡ് ഓൺസും ഇതൊക്കെ വന്നുകൊണ്ട് എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോയി നമ്മള്. എനിക്കത് പറ്റൂല, ഒരെണ്ണത്തിൽ തന്നെ ചെയ്താലേ എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോ എനിക്ക് ചിലപ്പോ 4-5 പടമൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സുഷിൻ ആശാൻ ശരിക്കും എന്തായിരുന്നു സുഷിൻ്റെ ഒരു ഇപ്പം നമ്മൾ എന്താ പറയുക ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് തോന്നില്ല ഓക്കെ ഇതൊക്കെ നമുക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതാണെന്ന് ചില എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് തോന്നുന്നത് അവിടെ പഠിച്ചില്ലായിരുന്നു, അവിടെ പോയിരുന്ന് പഠിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ പടം ചെയ്യാൻ പറ്റില്ലായിരുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അത് തന്നെ. ഇപ്പം വർക്കിലൊരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും ഇപ്പം അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടാവുമല്ലോ, ഒരു നമ്മൾ അന്ന് വർക്ക് ചെയ്തതിന്റെ ഒരു അനുഭവം. അതുണ്ട്, അത് ഉറപ്പായും. ടെക്നിക്കലി കുറെ കാര്യങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മള് ഒരു ടോൺ എടുത്തിട്ട് അതിന് EQ ചെയ്യേണ്ട പരിപാടികൾ, അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ കുറച്ച് പരിപാടികളൊക്കെ ഉറപ്പായിട്ടും അവിടെ നിന്ന് പഠിച്ചു. അല്ലാതെ ഉണ്ടല്ലോ ഇപ്പൊ ചില സിറ്റുവേഷൻസ് ഓവർകം ചെയ്യുക നമ്മളെ. അത് ഇപ്പൊ ഞാൻ ചില പോയിന്റില് ആദ്യത്തെ പടത്തിന്റെ സമയത്തൊക്കെ എനിക്ക് ഇത് കുറച്ച് മറ്റേ പ്രഷറൊക്കെ വരുമ്പോൾ എനിക്ക് പറ്റണില്ലാത്ത പോയിന്റ് ഞാൻ സുഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സുഷിൻ പറഞ്ഞ ഓക്കെ ഇപ്പോഴാണ് നീ മ്യൂസിക് ഡയറക്ടർ ആയത്. അപ്പൊ അങ്ങനത്തെ പോയിന്റുകളൊക്കെ ഉണ്ട്, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഉപദേശങ്ങളൊക്കെ തരുന്ന ഒരു ആശാനാണോ അല്ലെങ്കിൽ ഒരു കൂൾ മനുഷ്യനാണോ? അല്ല, ഉപദേശങ്ങൾ ഉപരി ഇതൊക്കെ ഫേസ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് പോയിന്റാണ്. ഇപ്പോഴാണ് എത്തിയത്. കറക്റ്റ്. ഇപ്പൊ പല സൗണ്ടുകൾ ട്രൈ ചെയ്യാന്നുള്ളത്. ഇപ്പൊ സ്വന്തമായി ഞാൻ പൂമണി പാടിയിട്ടുണ്ട്, ഇപ്പൊ 18+ സോങ് പാടി, 18+ മറ്റേ സോങ്ങുകളൊക്കെ യോഗി ശേഖറും നിങ്ങൾ കമ്പനി ഇതൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ. മായികമനം വരുമ്പോ സൂരജേട്ടൻ പാടുന്നു. ഈ ശബ്ദങ്ങൾ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതും വ്യത്യസ്ത. ഇപ്പൊ അഹി അജയനാണ് ഇവിടെ വരുന്നത്, ഇപ്പൊ ഇറങ്ങിയ പാട്ട്. അതെങ്ങനെയായിരുന്നു ഒരു പിക്ക് ചെയ്യുക എന്നുള്ളത്? ഹി ആക്ച്വലി സമീർക്കാണ് എനിക്ക് കോണ്ടാക്ട് അയച്ചു തന്നത്. പിന്നെ വിളിച്ചു, എനിക്ക് പുള്ളിക്കാരുടെ വോക്കൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ സുലൈഖ മനസ്സിലെ പാട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. പുള്ളിക്കാരിയുടെ വോയിസ് വന്നപ്പോ ശരിക്കും ഈ പറഞ്ഞ പാട്ടിന്റെ ഒരു സ്കെയിൽ കുറച്ച് വലുതായി. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരുടെ വോക്കല്. ഹി അടിപൊളി സിംഗറാണ്. ഒരു സ്റ്റൈലുണ്ട്, ഒരു സിംഗിങ് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. അപ്പോൾ നല്ലതായിരുന്നു. അതുപോലെ ഈ പറഞ്ഞ പോലെ ബാക്കി വോക്കൽ അങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ചൂസ് ചെയ്യണല്ല. പക്ഷെ എനിക്ക് എന്റെ കംഫർട്ട് ഞാൻ നോക്കും. എനിക്ക് എന്റെ മെലഡി മാറാൻ പാടില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അതെപ്പോഴും ഞാൻ നോക്കാറുണ്ട്. ഞാൻ പാടാം എന്നുള്ള ഡിസിഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണോ? ഇപ്പൊ 18+ പാട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ അത് അവരുടെ പ്രായം എന്റെ സൗണ്ടും ഏകദേശം മാച്ചാണ്. അവരുടെ ഒരു എന്റെ അങ്ങനെ ഭയങ്കര മെച്ചോർഡ് വോക്കൽ അല്ല, ഭയങ്കര ഒരു ഗംഭീര്യമുള്ള വോക്കലല്ല. അപ്പോ ആ പടത്തിന് അത് കുറച്ചുകൂടെ ചേരുമെന്ന് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ പാടിയതാ. പിന്നെ ബ്രഹ്മവേഗം രാഹുലേട്ടൻ പറഞ്ഞ് പാടിക്കോളാൻ പറഞ്ഞ് ഓക്കെ എന്നുള്ള വീട്ടിൽ അങ്ങനെ
യോഗി ശേഖറിന് 18+ നോക്കുന്നതോ? മാരന്റെ യോഗി മദനോത്സവത്തില് ചെയ്തിട്ടുണ്ട്. പാടിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ യോഗിനെ അതിന്റെ ടൈമിലാണ് കോണ്ടാക്ട് ചെയ്യണത്. 18+ പാട്ടിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര എനർജി ഉള്ള പാട്ടാണ്. അതിലൊരു തമിഴ് ടെക്സ്റ്റർ വന്നു കഴിഞ്ഞാൽ ആ ഒരു തമിഴ് കുത്തുപാട്ടിന്റെ ഒരു എനർജി കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നതും വാക്കുകൾക്ക് ഒരു പുതുമ വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചെയ്തെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. അതൊരു തുടക്കക്കാരെന്ന് ഇപ്പൊ പറയില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ഇത്ര പടങ്ങൾ ചെയ്ത ഒരാൾക്ക് കിട്ടാവുന്ന ഇങ്ങനെ പറയാൻ പാടുമെന്ന് അറിയില്ല, എന്നാലും അല്ലെ ഇത്ര ഇപ്പം ഈ വർഷം നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും വെറൈറ്റി ഓഫ് വർക്ക്സ് ആണ്. അതിന്റെ ഒരു രീതി വെച്ചിട്ടായാലും സിനിമകൾ തന്നെ അത്രയും വ്യത്യസ്തമായ ജോണേഴ്സിൽ വരുന്നു. അപ്പൊ ഈ പിക്ക് ചെയ്യുക എന്നുള്ളത് ഇപ്പം ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം ഞാൻ ചെയ്തു വെച്ചത് ആവുന്നു എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിനെ ഞാൻ ഓവർകം ചെയ്യണം. ഇപ്പൊ ക്രിസ്റ്റോ എന്നുള്ളൊരു പേര് വരികയാണല്ലോ, സ്വയം നമുക്കൊരു ലേബൽ വന്നു ഇപ്പൊ. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റീനെ എങ്ങനെയാ കാണുന്നത് മുന്നോട്ട്? അതെപ്പോഴും ഉണ്ടാവുമല്ലോ. എന്നാല് അത് സർവൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ എന്നെ ഇവിടെ കാണൂല. അപ്പൊ അത് എന്തായാലും പിടിച്ചേ പറ്റുള്ളൂ. അത് എങ്ങനെയും മാനേജ് ചെയ്ത് പുതിയ പരിപാടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എന്നാലല്ലേ സർവൈവ്. അല്ല എപ്പോഴും നമുക്കിപ്പോ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പുതിയ പരിപാടി ചെയ്യണം. എൻ്റെ പരിപാടി കുറച്ച് പുതിയതായിരിക്കണം, പുതിയ പരിപാടികളാവണം. ഈ പറഞ്ഞ പോലെ ഇത് പുതിയ നമ്മൾ ഓരോ ടോൺ ചൂസ് ചെയ്യുമ്പോഴും അതിനൊരു പുതുമ വേണമെന്ന് എപ്പോഴും സുശീൽ ചേട്ടൻ പറയുന്നത്. അത് എപ്പോഴും ഞാൻ പുള്ളിയുടെ നിന്ന് കിട്ടിയ ഒരു കാര്യം അതാ. എപ്പോഴും നമ്മളൊരു പുതുമ കൊണ്ടുവരണം എന്നുള്ളൊരു പരിപാടി. ഈ വർക്ക് ഇല്ലാത്ത സമയങ്ങളിൽ ഇപ്പൊ നമ്മൾ ബ്രേക്ക് എടുത്ത് പഠിത്തത്തിലേക്ക് ഇന്നാവുന്നതിന്റെ ഒരു ഇടയ്ക്കുള്ള സമയം, ആ സമയം എന്തായിരിക്കും ചിന്തയിൽ വരും? ഈ പുതിയ സൗണ്ടുകൾ അങ്ങനെ ഞാൻ ബ്രേക്ക് എടുക്കുമ്പോൾ ഞാൻ മ്യൂസിക് അധികം മുഴുവൻ കട്ടാണ്. ഞാൻ ഗെയിം കളിച്ചിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് എവിടെയെങ്കിലും പോകും, ട്രാവൽ ചെയ്യും. മ്യൂസിക് അങ്ങനെ പിടിക്കൂല. അല്ലെങ്കിൽ മ്യൂസിക് മറ്റേ എന്തെങ്കിലും റെക്കോർഡൊക്കെ ചെയ്യാനായിട്ട് പോകുമ്പോ പടങ്ങള് കാണാൻ നോക്കും. അല്ലാതെ ഈ റെഫർ ചെയ്ത് ആ സമയങ്ങൾ മാക്സിമം എന്റെ തല ക്ലീൻ ആക്കാനാണ് നോക്കണത്. മാക്സിമം ഉള്ള ലോഡെല്ലാം ഇറക്കി മാക്സിമം അങ്ങനെ പിടിക്കണം. പിന്നെ പ്രോജക്റ്റിലോട്ട് കയറുന്നതിനും ഒരു പടത്തിലോട്ട് കയറാനും അതിൻ്റെ അകത്ത് ഇറങ്ങാനും ഭയങ്കര പാടാ. ഒരു പ്രോജക്റ്റിലോട്ട് കയറി അതിന്റെ സൗണ്ട് കണ്ടുപിടിച്ച് അതിലോട്ട് ഇപ്പൊ സൂക്ഷ്മദർശിനി കയറിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ അകത്തോട്ട് ഇന്നാവാനൊരു ടൈം എടുത്ത്. പക്ഷെ ഇന്നായി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ പടപടപടേന്ന് ചെയ്തു പോയത്. അതുപോലെ ഇനിയിപ്പോൾ അടുത്ത പ്രോജക്റ്റിലോട്ട് ഇറങ്ങി എനിക്ക് ഇതിന്റെ ഹാങ് ഓവറിൽ നിന്ന് അതിലോട്ട് കയറണമെങ്കിൽ ആ ഒരു അതിനാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് മൈൻഡ് ഒന്ന് ഫുള്ളാക്കി എടുക്കണം. അടുത്ത ഇനി രാഹുൽ സദാശിവന്റെ അടുത്ത പ്രോജക്റ്റ് ഉണ്ട്. വീണ്ടും ഹൊറർ അറിയില്ല, ഞാൻ കഥ കേട്ടിട്ടില്ല. അത് പിടിക്കണം. രാഹുലേട്ടന്റെ ആയതുകൊണ്ട് എന്തായാലും അന്ന് എന്നോട് പറഞ്ഞു ഭൂതകാലം കണ്ടില്ലേ ഞാൻ ഇപ്പൊ പോവാ, ഓർമ്മയുണ്ടോ? ഇനിയും ഹൊററാണത്. സൂക്ഷ്മദർശിനി കൂടുതൽ സക്സസ് ആവട്ടെ. അതെ തീർച്ചയായിട്ടും. മറ്റേ പാട്ടും അടുത്ത പാട്ടും വരാൻ, അടുത്ത പാട്ട് വരും, അടുത്ത ദിവസങ്ങളിൽ അടുത്ത പാട്ട് വരും. പിന്നെ നമ്മള് തീം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീമിന്റെ വീഡിയോസും അങ്ങനത്തെ പരിപാടികളൊക്കെ വരാൻ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.